എല്ലുകളുടെ ഒരു തേയ്മാനോ അതുപോലെ തന്നെ ബലക്ഷയം, എനിക്ക് തോന്നുന്നു പലർക്കും അറിയുന്ന അല്ലെങ്കിൽ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം രണ്ടും ഒന്നാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? അതെ, അത് വളരെ കോമൺ ആയിട്ട് രോഗികളുടെ ഇടയിലുള്ള വലിയൊരു കൺഫ്യൂഷനാണ് എല്ല് തേയ്മാനവും ഓസ്റ്റിയോപോറോസിസ്, അതായത് അസ്ഥിക്ഷയോ ഒന്നാണെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും രണ്ടാണ്. എല്ല് തേയ്മാനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ജോയിന്റുകളുടെ ഇടുപ്പിന്റെയോ അല്ലെങ്കിൽ മുട്ടിന്റെയോ ജോയിന്റുകളുടെ ഉള്ളിലുള്ള എല്ലുകളുടെ ഇടയിൽ കാണുന്ന തരുണാസ്ഥി, അതായത് കാർട്ടിലേജിന്റെ തേയ്മാനം കൊണ്ട് സംഭവിക്കുന്നതിനാണ്. അതിന്റെ ഭാഗമായി എല്ലുകൾ അടുത്തു വരികയും അത് തമ്മിൽ ഉരയുകയും അതിന്റെ ഭാഗമായിട്ട് നീർക്കെട്ടും വേദനയും സംഭവിക്കാം. ഈ തേയ്മാനം എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമുക്ക് പ്രായത്തിന്റെ ഭാഗമായിട്ട് വരാം, അതല്ലെങ്കിൽ മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ട്രോമയുടെ ഭാഗമായിട്ട് വരാം. നമുക്ക് ഈ പറയുന്ന പോലെ നമുക്കത് വേദനയും നീർക്കെട്ടുമായിട്ട് തന്നെ നമുക്കത് കണ്ടെത്താൻ കഴിയും. ഓസ്റ്റിയോപോറോസിസ് എന്നാൽ കൂടുതലും എല്ലുകളെയാണ് ബാധിക്കുന്നത്. അതിന് ജോയിന്റ് വേദന ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് നമുക്ക് കണ്ടെത്താനും ചിലപ്പോൾ വൈകി പോകാം. ചിലപ്പോൾ അത് ഒരു എല്ല് പൊട്ടലിന് ശേഷമായിരിക്കും നമ്മളത് കണ്ടെത്തുന്നത്. ഈ രണ്ടിനും ഈ പറയുന്ന പോലെ തുടക്കത്തിൽ നമ്മൾ മരുന്നിന്റെ ട്രീറ്റ്മെന്റുകൾ തന്നെയാണ് ചെയ്യുന്നത്. തേയ്മാനം കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സർജറിയിലേക്ക് പോകേണ്ടതായിട്ട് വരും.